ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. DJ, നാസിക് ഡോൾ തുടങ്ങിയവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി അവലോകന യോഗം തീരുമാനമെടുത്തു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ചുള്ള അവലോകന യോഗം ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്നു. വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ, കമ്മിറ്റി അംഗങ്ങൾ, ചേലക്കര പോലീസ് സ്റ്റേഷൻ SIമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പങ്കെടുപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനൊരു യോഗവും മീറ്റിങ്ങും സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട ചേലക്കര നിവാസികളെ, ദേശവാസികളെ, അന്തിമഹാളൻകാവ് 2026 ആണ്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന മാർച്ച് 28-ാം തീയതി വേല മഹോത്സവം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ യോഗത്തിലേക്ക് എല്ലാവരും ഞാൻ തന്നെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. അത് വേദിയിൽ തരത്തിലിരിക്കുന്ന സുഹൃത്തുക്കളെയും ദേശവാസികളെയും സ്വാഗതം ചെയ്ത് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ യാതൊരുവിധ രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങൾ ദേശക്കാരുമായിട്ട് യാതൊരുവിധ രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളില്ലാതാണ് പലരും തമ്പോലം വേണോ, അത് വേണോ, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ തമ്പോലം, നാസിക് ഡോള്, DJ എന്നിവ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയും, തമ്പോലം, DJ, നാസിക് ഡോൾ എന്നിവ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. ക്ഷേത്രാചാരപ്രകാരമുള്ള വേല മഹോത്സവത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകും. ക്ഷേത്രാചാരപ്രകാരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാളവേല, കുതിരവേല, അങ്ങനെ വേല മഹോത്സവം നടത്തുന്നതിന് യാതൊരുവിധ പ്രശ്നമില്ല. പ്രസ്തുത വേല കൃത്യമായിട്ടും നല്ല രീതിയിൽ നടത്താനായിട്ട് ദേശ കമ്മിറ്റിക്കാരും എല്ലാവരുടെയും സഹായ സാധനവും ഉണ്ടാകും. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി കർശന നിർദ്ദേശങ്ങളാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. DJ, തമ്പോലം, നാസിക് ഡോൾ എന്നിവയ്ക്ക് വേലയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലേസർ ലൈറ്റുകളുടെ ഉപയോഗം ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഈ വേല നടത്തുന്നതിൽ ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് പറഞ്ഞാൽ എന്തോ പരസ്പര വിദ്വേഷമോ വിരോധമോ തീർക്കുന്നത് പോലെയുള്ളൊരു സംസാരവും പെരുമാറ്റമാണ് ആ സമയത്ത് കാണുന്നത്. ഒരു ആചാരപരമായിട്ട് നാടിൻ്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ട് ഒഴിവാക്കുക. ഒന്ന്, ഒരു ദേശത്തു നിന്ന് വരുന്ന വേലകളെല്ലാം ഒന്നിച്ച് തന്നെ വരാൻ വേണ്ടി നോക്കുക. അല്ലാതെ കുറച്ച് ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ടും ആയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും വിളി വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വേലപ്പറമ്പിൽ ഇറക്കേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ എങ്ങനെ വരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നു. അതുപോലെ ഈ ഭാഗത്ത് മേപ്പാട ഭാഗത്തുനിന്ന് വരും, പങ്ങാരപ്പള്ളി ഭാഗത്തുനിന്നുള്ളതും വരും. അവിടെ ഇറങ്ങുന്നിടത്തും ക്ലാഷ് വരും. അപ്പോൾ ഒരെണ്ണം അവിടുന്ന് ഭാഗത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഒരെണ്ണം ഇവിടുന്ന് ഇറങ്ങാനുള്ള നോക്കുക. ആ ഒരു കാര്യം ചെയ്യുക. പിന്നെ ഈ പ്രോപ്പർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ വേല കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു 3-4 ദിവസം ചേലക്കര എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ പോപ്പറിൻ്റെ കൂടെ കുറച്ച് പൊടി കൂടി അടിക്കുന്നുണ്ട് കളറായിട്ട്. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളടക്കം 3 പേര് ഒരു വേലയ്ക്ക് പോയിട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പോയിട്ട് ഇൻഹലേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പോപ്പർ കൊണ്ടുണ്ടാകുന്ന ഗുണം. ആ വേലയ്ക്ക് വരുന്ന മറ്റേ സ്ത്രീകളോടോ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായ അസുഖമുള്ളവരോടോ കുഞ്ഞുങ്ങളോടോ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. അപ്പം നമ്മുടെ ഒരു വേലയ്ക്കത് അങ്ങനെ കളറാവണോ അല്ല നമുക്ക് ആരോഗ്യപരമായിട്ടിരിക്കണമെന്നുള്ളത് നോക്കുക. പിന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊന്നും നിങ്ങളുടെ ശത്രുക്കളല്ല. ഈ വേല നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടിലെ വേല കമ്മിറ്റിക്കാരുടെയും പൊതുജനങ്ങളുടെയും ഒരു കാര്യമാണ്. അതിന് നിയമപരമായി
ചെറുകാള വേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം പൂർത്തിയാക്കി എത്രയും വേഗം മടങ്ങണം. മറ്റ് ദേശകാളകൾക്ക് സൗകര്യമൊരുക്കുന്നതിനായി എല്ലാവരും സഹകരിക്കണമെന്ന് പോലീസ് പ്രത്യേകം ആവശ്യപ്പെട്ടു. വേല സമാധാനപരമായി ആഘോഷിക്കാൻ എല്ലാ നാട്ടുകാരും ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. CCV ന്യൂസ്, ചേലക്കര.